എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ പാർവതി നേത്തിയാർ, ഒറ്റപ്പാലം. ഇന്ന് എൻ്റെ കഥ ഹനുമാൻ്റെ കഥയാണ്. ഹനുമാൻ സ്വാമിയുടെ കഥ. എല്ലാം മറന്നുപോയ ഹനുമാൻ. നമ്മൾ ഹനുമാനോട് വെറുതെ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ ഒരു കാര്യവും നടക്കില്ല എന്ന കൗതുകമുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ടോ? ഇയാളിപ്പോൾ ഇയാളുടെ പ്രശ്നങ്ങളൊക്കെ എന്തിനാ എന്നോട് പറയണത് എന്ന മട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം ശക്തി മറന്ന് അന്തം വിട്ടിരിക്കുകയാകുമത്രേ ഈ വായുപുത്രൻ. ഒരേ സമയം ശിവപാർവതി പുത്രനും വായുപുത്രനും അഞ്ജനാപുത്രനുമായ ഹനുമാനെ ബാധിച്ച സ്വന്തം ശക്തി മറന്നുപോയ ആ ഓർമ്മക്കുറവിൻ്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. മാത്രവുമല്ല, നേരിട്ട് ഹനുമാനോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ മൂപ്പർക്ക് ദേഷ്യം വരികയും ചെയ്യുമത്രേ. എൻ്റെ സ്വാമിയായ ശ്രീരാമ ഭഗവാനെ ആദ്യം സ്മരിക്കാതെ എന്നോട് കാര്യം പറയാൻ വരുന്നോ എന്ന ഉള്ളിലുയർന്ന രോഷത്തോടെ നമ്മൾ പറഞ്ഞ കാര്യം നടത്തി തരില്ലെന്ന് മാത്രമല്ല, പറ്റിയാൽ അതിനെ ഉടക്ക് വയ്ക്കുകയും ചെയ്യൂത്രേ. ഇതിനൊക്കെ കാരണമായ ആ സംഭവമാണ് എൻ്റെ ഈ കഥ. ഒരിക്കൽ ഹനുമാൻ തൃണബിന്ദു എന്ന മഹർഷിയുടെ ആശ്രമ പരിസരത്തു കൂടെ പോവുകയായിരുന്നു. അപ്പോൾ അവിടെ അതാ ഒരു ആനയും സിംഹവും കൂടി മുടിഞ്ഞ യുദ്ധം നടക്കുന്നു. മഹർഷിമാർ ധ്യാനിക്കാൻ കണ്ടെത്തിയ ശാന്തമായ ഈ ആശ്രമ പരിസരത്ത് വന്നാണോ ശണ്ട കൂടുന്നത് എന്ന് ദേഷ്യം വന്ന് സർവശക്തനായ ഹനുമാൻ ആ ആനയെയും സിംഹത്തെയും പിടിച്ച് ആശ്രമത്തിനിരുപുറത്തായി കെട്ടിയിട്ടു. നിന്ന് നിങ്ങളുടെ രണ്ടിൻ്റെയും തിളപ്പ് മാറുമ്പോൾ അഴിച്ചുവിടാം എന്ന മട്ടില്. ഇതൊന്നും അറിയാതെ ആ സമയത്ത് ആശ്രമത്തിൽ നിന്നും പുറത്തിറങ്ങിയ മഹർഷി ഈ കെട്ടിയിട്ട ജീവികളെ കണ്ട് ഭയന്നു പോയത്രേ. ഇത് ചെയ്യാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ എന്നും അത് ഹനുമാനാണെന്നും തിരിച്ചറിഞ്ഞ മഹർഷിക്ക് ആദ്യം തോന്നിയത് ഇത് ഹനുമാന്റെ അഹംഭാവമാണെന്നാണ്. വരശക്തിയാൽ ഞാൻ അജയ്യനാണ് എന്ന അഹംഭാവം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ഹനുമാനെ എന്ന് തോന്നിയ ഈ തൃണബിന്ദു മഹർഷി ഇടം വലം നോക്കാതെ പാവം ഹനുമാനെ അങ്ങോട്ട് ശപിച്ചു കളഞ്ഞു. നീ നിന്റെ സർവശക്തിയും നീ സ്വായത്തമാക്കിയ സർവവിദ്യകളും മറന്നു പോകട്ടെ. നല്ലൊരു കാര്യം ചെയ്തത് വിനയായാലോ ദൈവമേ എന്ന് വിഷമിച്ച ഹനുമാൻ സങ്കടത്തോടെയും വിനയത്തോടെയും നടന്ന കാര്യങ്ങൾ മുനിയെ പറഞ്ഞ് മനസ്സിലാക്കി. അബദ്ധം പറ്റിപ്പോയി എന്ന് അപ്പോൾ മുനിക്കും മനസ്സിലായി. ശാപം എന്തായാലും ഫലിക്കും. ഇനി ശാപമോക്ഷം കൊടുക്കൽ മാത്രമാണ് ഒരു പ്രതിവിധി. മുനി ശാപമോചനത്തിനുള്ള പരിഹാരവും നിർദ്ദേശിച്ചു. നിന്റെ സ്വാമിയായ ശ്രീരാമചന്ദ്രനെ സ്മരിച്ചുകൊണ്ട് നിന്റെ ശക്തിയെ ഒരാൾ നിന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ നിനക്ക് നിന്റെ ബലവും ഗുണവും ഓർമ്മ വരുന്നതാണ് എന്നതായിരുന്നു ആ ശാപമോക്ഷം. സീതയെ അന്വേഷിക്കാൻ ലങ്കയിലേക്ക് ചാടുന്ന കാര്യം വാനരന്മാർ ചർച്ച ചെയ്തപ്പോഴും ബോധം കെട്ട് യുദ്ധഭൂമിയിൽ ലക്ഷ്മണൻ കിടക്കുമ്പോൾ മൃതസഞ്ജീവിനി വരയ്ക്കാൻ ആര് പോകും എന്ന ചർച്ച നടക്കുമ്പോഴും ഞാൻ ഈ നാട്ടുകാരനല്ലേ എന്ന മട്ടിലിരിക്കുകയായിരുന്നു ഹനുമാൻ സ്വാമി. ശാപം മൂലം വന്നു ചേർന്ന ഹനുമാന്റെ ഈ മന്ദിപ്പ് അറിയുന്ന ജാമ്പവാനും കൂട്ടരും ഹനുമാനെ ഈ സമയത്തൊക്കെ ഹനുമാന്റെ മറഞ്ഞിരിക്കുന്ന ശക്തിയെ ഓർമ്മപ്പെടുത്തിയത്രേ. കുട്ടിക്കാലത്ത് പഴമാണെന്ന് കരുതി സൂര്യനെ തിന്നാൻ സൂര്യന്റെ നേരെ പോയത് ഓർമ്മയില്ലേ? അത്രയ്ക്ക് ശക്തനാണ് നീ. ശ്രീരാമസ്വാമിയാണ് സത്യം, നിനക്കേ അതിന് കഴിയൂ. ഇത് കേൾക്കലും ശാപമറൊക്കെ മാറി. എങ്കിൽ പിന്നെ അത് നടത്തിയിട്ട് തന്നെ വേറെ കാര്യം എന്ന ഉഷാറില് ഹനുമാൻ ഇറങ്ങി തിരിച്ചിട്ടാണത്രേ ആ കാര്യങ്ങളെല്ലാം നടത്തിയെടുത്തത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ആദ്യം ശ്രീരാമനെ വണങ്ങണം, പിന്നെ ഹനുമാനോട്. ഹനുമാൻ തന്നെ മറന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശക്തിയെ ഓർമ്മപ്പെടുത്തണം, എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ചെറിയ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.